സെലിബ്രിറ്റികൾ ആരൊക്കെ കളത്തിലിറങ്ങും, സ്ഥാനാർത്ഥികളായി എത്തുമെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. പാലക്കാട്ടേക്ക് ആദ്യം പോകാം. പാലക്കാട് ഉണ്ണിമുകുന്ദൻ ഇറങ്ങുമോ എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാന ചർച്ച. ഉണ്ണിമുകുന്ദൻ മോഹം BJP വിട്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. സെലിബ്രിറ്റികളെ പോയിട്ട് മണ്ഡലത്തിന് പുറത്തുള്ളവരെ പോലും പരിഗണിക്കരുതെന്ന് ഒരു വിഭാഗം ആവശ്യമുയർത്തി. ഇതോടെയാണ് ഉണ്ണിമുകുന്ദനെ പാലക്കാട്ടേക്ക് എത്തിക്കാനുള്ള നീക്കം പാളിയത്. ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ, പാലക്കാട് BJPക്ക് ഉണ്ണിമുകുന്ദൻ എന്നുള്ളൊരു ചർച്ച അതുണ്ടായതും ഇല്ലാതായതും എങ്ങനെയാണ്? എന്തായാലും ഉറപ്പിച്ചല്ലോ അല്ലെ? രോഷ്നി, തീർച്ചയായും ആദ്യഘട്ടത്തിൽ ഒരു പക്ഷേ ഉണ്ണിമുകുന്ദനെ തന്നെ പാലക്കാട് പരിഗണിക്കണം എന്നൊരു നീക്കം അത് BJPക്കകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ സെലിബ്രിറ്റികളെയോ അല്ലെങ്കിൽ മണ്ഡലത്തിന് പുറത്തു നിന്ന ആളുകളെയോ ഇനി പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിക്കരുത്, പകരം യോഗ്യതയുള്ള ആളുകളെ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് തന്നെ കണ്ടെത്തി അവരെ മത്സരിപ്പിച്ചാൽ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയുമെന്നൊരു ആവശ്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തേക്ക് എത്തുകയായിരുന്നു. രാഷ്ട്രീയപരമായിട്ടുള്ള വോട്ടുകൾ ഉള്ള ഒരു മണ്ഡലമാണ് പാലക്കാട്. ആ വോട്ടുകളെല്ലാം കിട്ടണമെങ്കിൽ, ആ വോട്ടുകളിലൂടെ വിജയം നേടണമെങ്കിൽ ആ മണ്ഡലത്തിനകത്തു ഉള്ള ആളുകളെ തന്നെ പരിഗണിക്കുമെന്നുള്ളതായിരുന്നു ഈ നേതാക്കളുടെ ആവശ്യം. പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ പേരാണ് സജീവമായി പരിഗണനയിലുള്ളത്. മാത്രമല്ല, പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ മുൻ ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രമീള ശശിധരൻ ഉൾപ്പെടെ മത്സരിക്കാൻ സന്നദ്ധ അറിയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരികയും ചെയ്തിരുന്നു. ഇവരെ പോലെ പാലക്കാട് മണ്ഡലത്തിനകത്ത് തന്നെയുള്ള ആളുകളെ പരിഗണിക്കണമെന്നുള്ളതാണ് വലിയ രീതിയിലൊരു ആവശ്യമായി ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഏതായാലും ഉണ്ണിമുകുന്ദനെ പോലുള്ള സെലിബ്രിറ്റികളെ പരിഗണിക്കരുത് എന്നൊരു ആവശ്യം നേതാക്കളും പ്രവർത്തകരും ഉന്നയിച്ചതോടുകൂടി അത്തരത്തിലുള്ള നീക്കം ഇപ്പോൾ പൂർണ്ണമായും പാലക്കാട്ടെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദനെ എത്തിക്കാൻ ആഗ്രഹിച്ചിരുന്ന വിഭാഗം ഇപ്പോൾ ആ ശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ്. രോഷ്നി, ഓക്കെ, അപ്പൊ എന്തായാലും ഉണ്ണിമുകുന്ദൻ മത്സരിക്കുന്നില്ല, പാലക്കാട് സ്ഥാനാർത്ഥിയായി എത്തില്ല. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.